Want to welcome all of you back after having the snacks. ഈ സ്നാക്സ് കഴിഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും വീണ്ടും തിരികെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. We are so glad to have Brother C.B. Samuel today in our midst. നമ്മുടെ ഇടയിൽ ബ്രദർ CB സാമുവൽ ഉള്ളതിനായിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് സന്തോഷമുണ്ട്. He is a person who I have been privileged to know and hear about since the early 90s. 1990കളിലൊക്കെ ഞാൻ ആ സമയത്ത് തൊട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ബ്രദർ CB സാമുവൽ. അദ്ദേഹം നമ്മുടെ മധ്യേ ഉള്ളതിനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I believe he is a wonderful servant of God. അദ്ദേഹം ദൈവത്തിന്റെ ഒരു വളരെ നല്ലൊരു ദാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And he has a special concern for serving the people in the society. സമൂഹത്തിലുള്ള ആൾക്കാരെ സേവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക താല്പര്യവും കരുതലും ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. And encouraging and challenging the people in the church to serve people in the society. അതുമാത്രമല്ല സഭയിലുള്ള വ്യക്തികളെ ഈ സമൂഹത്തിലുള്ള വ്യക്തികളെ സേവിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുവാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. He led an organization called EFICOR for a lot of years. വളരെയധികം വർഷങ്ങളോളം എഫിക്കോർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ നയിച്ചിരുന്ന വ്യക്തിയാണ്. He's a very well known speaker in all over India. He goes and teaches and preaches, and even in a lot of international platforms. അദ്ദേഹം രാഷ്ട്രീയ തലത്തിലും അന്തർരാഷ്ട്രീയ തലത്തിലും ദൈവത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. I really thank God that today and tomorrow we have the privilege of hearing from Brother CB, and I also thank God for the technology that God has provided, so that sitting in Delhi he can speak to us and we can hear him and even see him. ഇന്നും നാളെയുമായിട്ട് ബ്രദർ CBയിൽ നിന്ന് കേൾക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് ദൈവം തന്നതിനായിട്ട് ഞാൻ നന്ദിയുള്ളവനാണ്. അത് മാത്രമല്ല ബ്രദർ CB സാമുവൽ ഡൽഹിയിൽ ഇരുന്നും നമ്മൾ കൊല്ലത്തും ഇരുന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുവാനും നടക്കുവാനും കഴിയുന്നതിൽ ടെക്നോളജിക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Shall we ask the Lord for help during this time? ഈ സമയത്ത് ദൈവത്തോട് നമുക്ക് സഹായത്തിനായിട്ട് ചോദിക്കാം. Loving Heavenly Father, we thank you for this day. സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. We come before you as a church. ഒരു സഭയായിട്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു. Lord, we pray that may you speak to us through your word. അങ്ങയുടെ വചനത്തിൽ നിന്നും ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. May you by the Spirit, oh Lord, open our eyes, open our ears, that we may hear your heartbeat. We may hear, oh Lord, oh what you want us to do individually and as a group. അങ്ങയുടെ ഹൃദയ തുടിപ്പ് കേൾക്കുവാനും ഞങ്ങള് വ്യക്തിപരമായിട്ടും സഭയായിട്ടും എന്ത് ചെയ്യണം എന്നുള്ള അങ്ങയുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെയും ചെവികളെയും തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for special grace to be given to Brother CB also as he speaks to us. ബ്രദർ CB ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. You can speak. Good morning. Suprabhadam. And I want to thank Dr. Sunil and his wife Shanti for those words of introduction. Dr. Sunil അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്തിയെയും അവരെ എന്നെ പരിചയപ്പെടുത്തിയതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. As Dr. Sunil said, we met each other in the 90s, and I'm not sure when specifically, but that is nearly 30 years ago. 1990 കാലഘട്ടത്തിലാണ് ഡോക്ടർ സുനിലിനെ ഒക്കെ കാണാൻ ഇടയായത്. അത് കൃത്യമായിട്ടും എന്നാണെന്ന് ഓർമ്മയില്ല, എന്നാലും ഏകദേശം 30 വർഷം കാലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്.
And watching from here, I can see that Sunil hasn't changed much in the last 30 years. 30 വർഷമായിട്ടും സുനിലിന് വലിയ വ്യത്യാസം കാണാനൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. And so that is why I'm able to recognize him. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനും പറ്റുന്നത്. And it's a real privilege. I want to thank Pastor Jeffy and Pastor Vinod also for inviting me to be here. ഇത് ഞാൻ വലിയൊരു പദവിയായിട്ട് കണക്കാക്കുന്നു. പാസ്റ്റർ ജെഫി, പാസ്റ്റർ വിനോദും അവരെന്നെ ഇതിനെ ക്ഷണിച്ചു. അതിനെ ഞാൻ നന്ദിയുള്ളവനാണ്. I've heard so much about your church and I thank God for that. ഈ സഭയെക്കുറിച്ച് ഞാൻ ഒത്തിരി കാര്യം കേട്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. And today being Good Friday, all over the world people are remembering what God has done for us in Jesus Christ. ഇന്ന് നമ്മൾ ഗുഡ് ഫ്രൈഡേ ആചരിക്കുമ്പോൾ ദൈവം യേശു ക്രിസ്തുവിൽ നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യം നമ്മൾ ഓർക്കുന്ന ഒരു ദിവസമാണല്ലോ. And we are very responsible for what God has done in terms of living out the life that is pleasing to him. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ. And what I want to do today and tomorrow is to look at one area of that gratitude to God. ദൈവത്തോട് ഉള്ള നന്ദി അത് നമ്മൾ എങ്ങനെ ജീവിച്ച് കാണിക്കണം എന്നുള്ളതിന്റെ ഒരു ഭാഗത്തെ ഞാൻ കൂടുതൽ ഈ ഇന്നും നാളെയും ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. God, he gave himself completely in Jesus Christ. ദൈവം യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും നമ്മൾക്ക് വേണ്ടി അവൻ നൽകി. We can never repay him for what he has done. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും പകരം അവന് കൊടുക്കാൻ സാധിക്കത്തില്ല. But what we can do is to live a life that is pleasing to him and obedient to him. അതുകൊണ്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അവന്റെ അനുസരണം കാണിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. So I want to look at that particular area of focus, one of the areas of being grateful to God. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതില് ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ട്. അത് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നുള്ളതിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. I want to begin by looking at a text from the book of Galatians, chapter 2. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. But let me just give you a little background about this particular book. എന്നാൽ ആ പുസ്തകത്തെ കുറിച്ച് ഒരു ചെറിയ പശ്ചാത്തലം ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊള്ളട്ടെ. This perhaps is one of the earliest New Testament books. ഒരുപക്ഷേ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലെ ഏറ്റവും ആദ്യമേ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഗലാത്യ ലേഖനം. That's what many Bible scholars would say, that Galatians and maybe James were the early books. അതാണ് പല വേദപണ്ഡിതന്മാര് പറയുന്നത്. യാക്കോബിന്റെ പുസ്തകവും ഗലാത്യർക്ക് എഴുതിയ ലേഖനവുമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളില് ചില പുസ്തകങ്ങള്. And the book of Galatians was written by the Apostle Paul. ഗലാത്യ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലോസ് ആണ്. And he is recollecting a particular experience right at the beginning of his ministry. അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷയുടെ ആദ്യത്തെ സമയത്ത് നടന്ന ഒരു കാര്യം ഇവിടെ അദ്ദേഹം ഓർക്കുകയാണ്. Now I know I don't have to give your church a background about Apostle Paul's coming to Christ. നിങ്ങളെ സഭയിൽ ഇനിയും അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് കർത്താവിൽ വന്നേന്നുള്ളതിന്റെ പശ്ചാത്തലം നിങ്ങളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. But on the road to Damascus, Saul met Jesus. എന്നാൽ ഡമസ്കസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ശൗല് അല്ലെ പൗലോസ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. Far from Jerusalem, where all the leaders of the church were present. എന്നാൽ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് എല്ലാ ലീഡേഴ്സ് നേതാക്കന്മാരുള്ള സ്ഥലം. But Paul came to know Christ in Damascus. പക്ഷേ On the road to Damascus. ദൂരം ഉള്ള ഒരു സ്ഥലത്ത് ആയിരുന്നു പൗലോസ് കർത്താവിനെ അറിയാൻ ഇടയായത്. And he was known as a person who hated
Jesus' followers. യേശുവിന്റെ ശിഷ്യന്മാരെ വളരെയധികം പീഡിപ്പിച്ച കൂട്ടത്തില് ഉള്ള ഒരാളായിരുന്നു പൗലോസ്. In his own words, he says he went and dragged people out of their houses. പൗലോസ് തന്നെ പറയുന്നുണ്ട് ഈ ശിഷ്യന്മാരെ അവരുടെ വീട്ടിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് വന്ന കൂട്ടത്തിലുള്ള ആളാണ് അദ്ദേഹം. But he met Jesus on the road to Damascus. പക്ഷെങ്കിൽ ഡമസ്കസിലേക്കുള്ള ആ റോഡില് വഴിയിൽ വെച്ച് അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടി. And then he started following Jesus and he was proclaiming Jesus's message of the good news of the gospel. അതിനുശേഷം അദ്ദേഹം യേശുവിനെ പിൻഗമിക്കാൻ തുടങ്ങി. അദ്ദേഹം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ തുടങ്ങി. And he was called mainly for those who are called the Gentiles, the non-Jewish people. അപ്പം പൗലോസിനെ ദൈവം വിളിച്ചത് യഹൂദന്മാർ അല്ലാത്ത ആൾക്കാര്, അതായത് ജാതികളോട് സുവിശേഷം പറയാൻ വേണ്ടിയായിരുന്നു. And his message was, everyone who turns to God will be accepted by God. അപ്പം പൗലോസ് പറഞ്ഞു വന്നത് എന്തായിരുന്നു? ആരൊക്കെ കർത്താവിലേക്ക് തിരിയുന്നു അവരെല്ലാം ദൈവം സ്വീകരിക്കും. It doesn't matter where you come from. അത് നിങ്ങളെ എവിടുന്ന് വന്നു എന്നുള്ള കാര്യത്തിലല്ല. You don't have to perform any rituals. നിങ്ങൾക്ക് പ്രത്യേക ചില ചടങ്ങുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. Especially the Jewish people were very offended with this kind of a good news. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സന്ദേശം കേട്ടപ്പോൾ യഹൂദന്മാർക്ക് വളരെ ദേഷ്യം വന്നു. They felt Paul was diluting the requirement of faith. അപ്പൊ യഹൂദന്മാര് ചിന്തിച്ചത് ഈ പൗലോസ് വന്നിട്ട് വിശ്വാസത്തിന്റെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതിനെ വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിയാണല്ലോ ചെയ്യുന്നത്. But what he did was, he said, it is only by grace that we are saved. പക്ഷെ പൗലോസ് പറഞ്ഞത് കൃപയാൽ മാത്രമാണ് ഒരാളെ രക്ഷിക്കപ്പെടുന്നത്. So what happened is that they were very upset with Paul. അപ്പൊ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഈ യെരുശലേമിലുള്ള നേതാക്കന്മാര് പൗലോസിനോട് വളരെ ഇഷ്ടക്കേടുണ്ടായി. And even the people in Galatia were upset with Paul. അത് മാത്രമല്ല, ഗലാഷ്യ എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാർക്കും പൗലോസിനെ ഇഷ്ടമില്ലായിരുന്നു. In many places, wherever there were Jewish people, they did not like Paul's message of grace. അത് മാത്രമല്ല, എവിടൊക്കെ യഹൂദ വിശ്വാസികൾ ഉണ്ടായിരുന്നോ അവിടൊക്കെ ഈ പൗലോസിന്റെ കൃപയുടെ സുവിശേഷം അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. So Paul's writing to Galatians was to tell them that he learned about this from Jesus himself. അപ്പൊ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നത് ഈ ഒരു വിശേഷം പൗലോസിന് യേശുവിൽ നിന്ന് തന്നെ ലഭിച്ചതാണ്. In chapter 1 he says, nobody told me. ഒന്നാം അധ്യായത്തില് അദ്ദേഹം പറയുന്നു ഈ സുവിശേഷം ആരും പുള്ളിക്ക് പറഞ്ഞു തന്നതല്ല. Even if an angel from heaven preaches different gospel, he says, let them be cursed. ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിട്ട് ഈ പൗലോസ് പറഞ്ഞ സുവിശേഷം അല്ലാത്തൊരു സുവിശേഷം പറഞ്ഞാൽ അവർ ശപിക്കപ്പെടട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. Because he says, I received this gospel from Jesus. എന്താന്ന് വെച്ചാൽ പൗലോസ് പറയുന്നത് ഞാൻ ഈ സുവിശേഷം എനിക്ക് ലഭിച്ചത് അത് യേശുവിൽ നിന്നാണ്. God revealed it to me. ദൈവം അത് എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. And he said, I did not even go to Jerusalem to check with the people who are the leaders of the church. എന്നിട്ട് പൗലോസ് പറയുന്നത് ഞാൻ യെരുശലേമിൽ പോയി അവിടുള്ള നേതാക്കന്മാരോട് ഇത് ശരിയാണോ അല്ലയോ എന്ന് പോലും ഞാൻ അവരോട് ചോദിച്ചില്ല. And for the next 14 years, Paul continued to preach this gospel and establish churches in many areas. അടുത്ത 14 വർഷം പൗലോസ് ആസിയയിലെ പല സ്ഥലങ്ങളിൽ പോയി ഈ സുവിശേഷം പ്രസംഗിക്കുകയും പല സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. But then in a revelation, God told Paul to go to Jerusalem and talk to Peter, James and John, who were the pillars of the church, about his gospel. എന്നാൽ അതിനുശേഷം ദൈവം ഒരു വെളിപാടിൽ കൂടി പൗലോസിനോട് സംസാരിച്ചു. നീ പോയി യെരുശലേമിലെ പത്രോസും യാക്കോബും യോഹന്നാനും
അന്ന് സഭയുടെ തൂണ് എന്നറിയപ്പെടുന്ന ആൾക്കാരോട് അവരോട് നീ ചെന്ന് നീ ഈ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് സംസാരിക്കും. So in chapter 2, in verses 1 to 10, we have a reference to that incident. അപ്പൊ ആ സംഭവത്തെ കുറിച്ചാണ് ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെ ഇത് പരാമർശിക്കുന്നത്. And when he met with the three of them, who were the leaders of the church in Jerusalem, അപ്പൊ അന്ന് പൗലോസ് യെരുശലേമിലുള്ള ഈ 3 നേതാക്കന്മാരെ ചെന്ന് കണ്ടപ്പോൾ Paul says they gave him the right hand of fellowship. അവിടെ പൗലോസ് പറയുന്നത് അവരെ കൂട്ടായ്മയുടെ വലങ്കൈ അവർക്ക് കൊടുത്തു. And then it says in verse 9, they agreed that we should go to the Gentiles and they to the circumcised. അവിടെ പൗലോസ് പറയുന്നത് പൗലോസും ബർന്നബാസും ജാതികളുടെ ഇടയിലേക്ക് പോകാനും അവര് പരിച്ഛേദന ഏറ്റവരുടെ ഇടയിൽ പോകാനും അവര് ഒരു ഒത്തുതീർപ്പിലെത്തി. So they agreed with Paul that God has called him. അതുകൊണ്ട് പൗലോസിനെ ദൈവം തന്നെയാണ് വിളിച്ചത് എന്ന് അന്നത്തെ നേതാക്കന്മാരെ സമ്മതിച്ചു. But they had different ministries. പക്ഷെ അവര് ഇത് മനസ്സിലാക്കി, പൗലോസിനുള്ള ആ മിനിസ്ട്രി അത് വേറെയും അവർക്ക് ഉള്ള ആ ഒരു ശുശ്രൂഷ വേറെയുമാണ്. Paul was called to work with the Gentiles. They were called to work with the Jews. പൗലോസിന്റെ വിളി ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കാനും And they said, ലീഡേഴ്സിന്റെ വിളി യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കാനും. And they also agreed that the message that Paul was preaching was the same message they also believed in. പക്ഷെ അവര് സമ്മതിച്ചു, ഈ പൗലോസ് പറയുന്ന കാര്യം തന്നെയാണ് അവരും യഹൂദന്മാരോട് പ്രീച്ച് ചെയ്തത്. And my text for today and tomorrow is looking at verse 10. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 2-ാം അധ്യായം അതിന്റെ മലയാളത്തിൽ 9-ാം വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്ന കാര്യമാണ്. Can I request Sister Shanti to read it? Verse 10. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവര് പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചും ഇരുന്നു. Thank you very much. All that they asked was remember the poor. അവരെ ആകെക്കൂടി പൗലോസിനോട് പറഞ്ഞത് ദരിദ്രരെ ഓർത്തുകൊള്ളണം. Doesn't matter, your gospel is correct. പൗലോസേ, നീ പറയുന്ന സുവിശേഷം ശരിയാണ്. God has called you to work with the Gentiles. We are called to work with the Jews. ദൈവം നിന്നെ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് വിളിച്ചു, ഞങ്ങളെ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് വിളിച്ചു. But we have only one request. പക്ഷെ ഞങ്ങള് നിന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. It doesn't matter who we are working with. ആരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു അതില് കുഴപ്പമില്ല. Some of us work with students. നമ്മള് ചിലര് സ്റ്റുഡൻസിന്റെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. Some of us work with educated people. നമ്മളിൽ ചിലര് വളരെ പഠിപ്പുള്ളവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. Some of us work with powerful people like business people. നമ്മളിൽ ചിലര് വലിയ ബിസിനസ്സുകാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. It doesn't matter who we are working with. അത് നമ്മൾ ആരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് അതിൽ കാര്യമില്ല, അത് പ്രശ്നമില്ല. That's your call. അത് ദൈവത്തിന്റെ വിളിയാണ്. But whoever you work with, you have to remember the poor. പക്ഷെ നിങ്ങൾ ആരുടെ ഇടയിൽ പ്രവർത്തിച്ചാലും നിങ്ങളെ ദരിദ്രരെ ഓർത്തുകൊള്ളണം. And Paul's response to that was that very thing I am eager to do. അപ്പൊ പൗലോസ് അവിടെ പറയുന്നത് അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. Now Dr. Sunil, when in his introduction, said that I worked with Epicor for many years. ഡോക്ടർ സുനിൽ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ എഫിക്കോറിൽ കുറെ വർഷം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. Now Epicor is an organization established to work among the poor. ഈ എഫിക്കോർ എന്ന് പറയുന്ന സംഘടന ഈ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. Now it was not very difficult working with the poor. അപ്പോൾ ഈ ദരിദ്രരുടെ ഇടയിൽ
പ്രവർത്തിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. But what was difficult പക്ഷെങ്കിൽ പ്രയാസമുള്ള കാര്യം എന്തായിരുന്നെന്ന് വെച്ചാല് is trying to motivate the followers of Christ to remember work with the poor. ഈ ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ആൾക്കാരെ ഈ ദരിദ്രരെ ഓർത്തുകൊള്ളാൻ വേണ്ടി ഒന്ന് ഓർപ്പിക്കാനായിട്ടായിരുന്നു പ്രയാസം. Because we have moved a long way since Paul and Peter and James's conversation. എന്താണെന്ന് വെച്ചാല് പൗലോസും പത്രോസും യാക്കോബും യോഹന്നാന്റെയും കൂടെ ഉള്ള സംഭാഷണം അന്ന് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. In 2000 years, കഴിഞ്ഞ 2000 വർഷങ്ങളില് there are very few people who are eager to work with the poor. 2000 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഉത്സാഹമുള്ള ആൾക്കാർ വളരെ കുറവാണ്. Because many people say, but that's not my calling. എന്താന്ന് വെച്ചാൽ പല ആൾക്കാരും പറയും അത് എനിക്ക് ആ ദൈവവിളി ഇല്ല. But Paul said, no, that thing I'm very eager to do. പക്ഷെ പൗലോസ് എന്ന് പറഞ്ഞത് ആ കാര്യം ചെയ്യുവാൻ ഞാൻ ഉത്സാഹമുള്ളവനാണ്. Now, how did that happen? അതെങ്ങനെയാ സംഭവിച്ചത്? Because one, Peter, James and John were emphasizing, please remember the poor. ഒന്നാമതായിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും അന്നത്തെ തൂണായിരുന്ന ആൾക്കാരെ അവര് പറഞ്ഞു നിങ്ങൾ ഈ ദരിദ്രരെ ഓർത്തുകൊള്ളണം. And second, Paul says, I am eager to do it. രണ്ടാമതായിട്ട് പൗലോസ് പറഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ വലിയ ഉത്സാഹമാണ്. I have been to many conferences and many churches and many meetings. ഞാൻ പല സഭകളില് പല കോൺഫറൻസ് പല യോഗങ്ങള് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. I have to, when I listen to all the ministries that they do, ഈ പല ആൾക്കാർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കാറുണ്ട്. I have to probe to find out what they do for the poor. പക്ഷെ അവരത് പറയുമ്പം ഈ ഞാൻ കിഴിഞ്ഞ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കും ഇതിനകത്ത് ദരിദ്രർക്ക് വേണ്ടി എന്തുവാ അവര് ചെയ്യുന്നത്. Now most people don't do anything. മിക്കവാറും ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല. And this is a very sad picture. അത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. And so what I want to look at is 4 reasons why they told Paul to remember the poor. അതുകൊണ്ട് അന്ന് ആ നേതാക്കന്മാര് പൗലോസിനെ ദരിദ്രരെ അവര് ഓർത്തുകൊള്ളണമെന്ന് പറയാൻ 4 കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. And why was Paul eager to do it? എന്നിട്ട് പൗലോസ് അത് ചെയ്യാൻ ഇത്ര ഉത്സാഹം അദ്ദേഹത്തിന് എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. Now you would remember that, as I told you in the beginning, Paul persecuted the church. നമ്മൾ ഓർക്കണം, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പൗലോസ് സഭയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. Now Paul had not met Jesus. പൗലോസ് ആ സമയത്ത് പൗലോസ് യേശുവിനെ കണ്ടുമുട്ടിയ ഒരാളല്ലായിരുന്നു. He must have been slightly younger to Jesus. ഈ യേശുവിനെക്കാളും കുറച്ചുകൂടെ ഇളയ പ്രായത്തില് ഇളയ ഒരാളായിരുന്നു. But it's very clear that Paul had not met Jesus when Jesus lived on earth. യേശു ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. And Paul himself says he was a Pharisee of the Pharisees. പൗലോസ് തന്നെ പറയുന്നു ഞാൻ പരീശന്മാരിൽ പരീശനായിരുന്നു. And he was very zealous about the Jewish religion. ഈ യഹൂദ മതത്തെ കുറിച്ച് വളരെ ശുഷ്കാന്തിയുള്ള എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു. And so when the early church was established, Paul went out to persecute these people. അതുകൊണ്ട് ആദിമ സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ പൗലോസ് ആ എരിവുള്ളത് കൊണ്ട് ഈ സഭയുടെ ആൾക്കാരെ വളരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. And Paul went all the way, wherever possible, to pull them, to arrest them and even supervise the killing of, in fact, the first martyr, that was Stephen. അത് മാത്രമല്ല ആൾക്കാരെ അവരുടെ ഭവനത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അവരെ അറസ്റ്റ് ചെയ്ത്, അത് മാത്രമല്ല ചില ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ പോയപ്പോൾ അവിടെ അതിന് മേൽനോട്ടം വഹിച്ച ഒരാളായിരുന്നു സ്റ്റേഫാനോസ് എന്ന് പറയുന്ന സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയെ കൊന്നപ്പോൾ പൗലോസ് അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു. And most of the early followers of Jesus were actually very poor people. യേശുവിനെ പിൻഗമിച്ച ആദ്യത്തെ ആൾക്കാരിൽ മിക്കവാറും പേര് വളരെ ദരിദ്രത്തിലുള്ളവരായിരുന്നു. And so when Paul persecuted the church, he was persecuting human beings who were very poor people.
അതുകൊണ്ട് പൗലോസ് അന്ന് സഭയെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ടും പൗലോസ് പീഡിപ്പിച്ചത് വളരെ ദാരിദ്ര്യത്തിലുള്ള പല ആൾക്കാരെയായിരുന്നു. Not many of them were from high status. അന്ന് സമൂഹത്തിന്റെ മേൽത്തട്ടിലുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. Yes, there were followers of Jesus who were, from placed in high positions. സഭയിലെ കുറച്ചു പേര് മാത്രമേ ആ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ളായിരുന്നു. We know of Joseph of Arimathea and then Nicodemus. These were all people who are well-to-do people. അപ്പം അരിമത്തിയയിലെ യോസേഫ് അല്ലെ നിക്കോദിമസ് ഇങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാര് അവര് സമ്പന്നരായിട്ടുള്ളവരുണ്ടായിരുന്നു. But not all of them were in that situation. പക്ഷെ മിക്കവാറും ആൾക്കാർ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലായിരുന്നു. In fact, majority were poor people. ഭൂരിപക്ഷം ആൾക്കാരും വളരെ ദാരിദ്ര്യത്തിലുള്ളവരായിരുന്നു. Because when the church was established, it says they shared and there was no poor among them. ആദിമ സഭയില് ഇവരുടെ എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്തതുകൊണ്ട് അവിടെ ദാരിദ്ര്യത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. So when Paul went around persecuting, he was persecuting people who were economically poor and they may not have been uneducated, but not highly located, highly placed. അതുകൊണ്ട് പൗലോസ് അന്ന് പീഡിപ്പിച്ച് നടന്ന കാലത്ത് സഭയിലെ അവിടെ ആൾക്കാരെ അവരെ പണപരമായിട്ട് നോക്കിയാൽ അവര് ദാരിദ്ര്യത്തിലായിരുന്നു. എന്നാൽ അത് മാത്രമല്ല സമൂഹത്തിലും അവര് വളരെ ഒരു ദാരിദ്ര്യത്തിലായിരുന്നു. So when Paul met Jesus on the road to Damascus, അതുകൊണ്ട് ഡമസ്കസിലേക്ക് പോകുമ്പോൾ പൗലോസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ he was struck and by a vision and he fell down. അവിടെ ഒരു ദർശനം കണ്ടു. ആ ദർശനം കണ്ടപ്പോൾ പൗലോസ് താഴെ വീണു. And he asked the voice from heaven, who are you? ഇവിടെ പൗലോസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? And the voice from heaven said, I am Jesus whom you are persecuting. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഞാന് യേശു ആകുന്നു, നീ പീഡിപ്പിക്കുന്ന യേശു ആകും. Now Paul had not met Jesus. പൗലോസ് യേശുവിനെ അതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. But Paul realized one important thing at that time. പക്ഷെ പൗലോസിന് അന്ന് ഒരു കാര്യം മനസ്സിലായി. That this group of ordinary people were somehow linked to this Jesus. ഈ സാധാരണക്കാരുടെ ഈ കൂട്ടം, അതായത് അന്നത്തെ സഭ, അവരെങ്ങനെയോ ഈ യേശുവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. He thought of them as poor people. അവര് ദാരിദ്ര്യത്തിലുള്ളവരായിരുന്നു, ordinary people. അവര് സാധാരണക്കാരായിരുന്നു. But he saw and he heard that Jesus said, I am Jesus whom you are persecuting. പക്ഷേ പൗലോസ് ഇത് കേട്ടു, ആ ശബ്ദം കേട്ടു, നീ പീഡിപ്പിക്കുന്ന യേശു ആണ് ഞാൻ. Later on Paul says, we are the body of Christ. പിന്നെ ലേഖനത്തിലെ ഈ പൗലോസ് പറയുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. Because for Paul, the church, the poor were part of this Jesus. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സഭ അല്ലെ ഈ ദാരിദ്ര്യത്തിലുള്ളവര് ഇവര് യേശുവിന്റെ ഒരു അംഗമാണ്, ശരീരത്തിന്റെ ഭാഗമാണ്. Paul realized the truth of what he knew already from the Old Testament scriptures. അപ്പൊ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് അറിയാവുന്ന സത്യങ്ങള് അത് പൗലോസിന് അത് ശരിയാണെന്ന് മനസ്സിലായി. Paul already knew it. പൗലോസിന് ഈ പഴയ നിയമത്തിലെ തിരുവഴുത്ത് ഓൾറെഡി അറിയായിരുന്നു. So in Proverbs chapter 19, സദൃശ്യവാക്യം 19-ാം അധ്യായം, it says in verse 17, maybe I'll ask you to read it, 19 and verse 17. Yes. Proverbs 19 verse 17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു.
whoever is kind to the poor is actually lending to God. ഈ എളിയവനോട് കൃപ കാട്ടുന്നവർ യഹോവയ്ക്ക് യഥാർത്ഥമായിട്ട് വായ്പ കൊടുക്കുകയാണ്. In chapter 17 of Proverbs and verse 5, സദൃശ്യവാക്യം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ആപത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷ വരാതിരിക്കുകയില്ല. whoever mocks the poor actually mocks God. ഒന്നോർത്ത് നോക്കിയേ, ദരിദ്രനെ ആരെങ്കിലും പരിഹസിക്കുവാണെങ്കിൽ അവർ യഥാർത്ഥമായിട്ടും ആ ദരിദ്രന്റെ സൃഷ്ടാവിനെയാണ് നിന്ദിക്കുന്നത്. So what you do to the poor, you're actually doing to God. അപ്പൊ ഈ ദരിദ്രനോട് നമ്മളൊരു കാര്യം എന്തോ ചെയ്യുന്നു, അത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. Paul, being a Pharisee of Pharisees, knew the scripture very well. പരീശന്മാരുടെ പരീശനായ പൗലോസിനെ ഈ വേദവാക്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം. And when he heard that voice on the road to Damascus, he knew that between God of the Bible and the poor of the world, there is a connection. അതുകൊണ്ട് ഡമസ്കസിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ വേദപുസ്തകത്തിന്റെ ദൈവവും ലോകത്തിന്റെ ദരിദ്രരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. And so that's why he told Peter, John and James, that very thing I'm eager to do. അതുകൊണ്ടാണ് പത്രോസും യാക്കോബും യോഹന്നാനോടും പൗലോസ് പറഞ്ഞത്, അയ്യോ ഈ ദരിദ്രരെ ഓർക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Because he knew that on the road to Damascus he met Jesus, and to love Jesus is to love those who are people who are on the margins of society. അതുകൊണ്ട് പൗലോസിന് മനസ്സിലായി, ഈ യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ അർത്ഥം യേശുവിന്റെ ആൾക്കാരെ സ്നേഹിക്കുന്നു, ഈ സമൂഹത്തിന്റെ അരികിലുള്ള ആൾക്കാരെ സ്നേഹിക്കുന്നു. And so when he told Peter, James and John, they told him, please remember the poor. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനോട് പറഞ്ഞത്, ഈ ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാര്യത്തില് ഞാൻ ഉത്സാഹിക്കുന്നു. Now they too knew the scripture. അപ്പൊ അവർക്കും ഈ തിരുവെഴുത്ത് അറിയായിരുന്നു. But perhaps Paul knew the scripture more than them, better than them, because they were fishermen. They were educated in the scripture, but not so much. ഈ പത്രോസും കൂട്ടരും അവര് മീൻപിടുത്തക്കാരായിരുന്നു, അവർക്ക് തിരുവെഴുത്തൊക്കെ അറിയായിരുന്നു. പക്ഷെ ഒരുപക്ഷെ പൗലോസിന് തിരുവെഴുത്ത് മനസ്സിലായത് അത്രയും അവർക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ കരുതുന്നു. But they had one thing that Paul did not have. എന്നാൽ ഈ പത്രോസും കൂട്ടർക്കും ഈ പൗലോസിന് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. They walked with Jesus. അവര് യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാരാണ്. And they lived with Jesus. അവര് യേശുവിന്റെ കൂടെ ജീവിച്ച ആൾക്കാരാണ്. So when they told Paul, please remember the poor, they said, hey, we walked with Jesus and we know the heart of Jesus. അതുകൊണ്ട് അവര് പറഞ്ഞത്, ഞങ്ങള് യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിന്റെ ഹൃദയം എവിടാണെന്ന്, അല്ലെ യേശുവിന്റെ ഉള്ളില് ഉള്ള കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. So what is that they knew about Jesus? അപ്പം ഈ അപ്പോസ്തലന്മാർക്ക് യേശുവിനെ കുറിച്ച് എന്തുവായിരുന്നു മനസ്സിലായത്? Because when you look at the four gospels, ഈ 4 സുവിശേഷങ്ങളെ നമ്മൾ കാണുമ്പോൾ, where the original writers were actually disciples of Jesus. ഈ 4 സുവിശേഷം എഴുതിയ ആൾക്കാര് അവരെ യേശുവിന്റെ പിന്നാലെ നടന്നവരാണ്. Now Luke collected material from first hand from the witness, people who knew Jesus. ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാരോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളായിരുന്നു. Now Mark, they say, stayed with Peter, and most of what Mark would have written is from Peter's version of Jesus' experience. മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം മർക്കോസ് പത്രോസിന്റെ വളരെ അടുത്ത ആളായിരുന്നു. മർക്കോസ് എഴുതിയ മിക്കവാറും കാര്യം മർക്കോസ് പത്രോസിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് എഴുതിയത്.
So when we look at the Gospels, we find how much they emphasized about Jesus and the poor. നമ്മള് സുവിശേഷങ്ങളെ വായിക്കുമ്പോൾ എത്രമാത്രം യേശു ക്രിസ്തു ദരിദ്രരോട് അടുത്ത ഒരു ബന്ധം പുലർത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. I want to quickly look at some of the things that are mentioned in the Gospel. സുവിശേഷങ്ങളില് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് ഇതിനെക്കുറിച്ച് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Now I may not read scripture, but I will give you references. You can read it later. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് അങ്ങ് വായിക്കുന്നില്ല, എന്നാലും ഞാൻ റെഫറൻസ് നിങ്ങളോട് പറഞ്ഞു തരാം. Now one of the first things that we notice in the Gospel is that Jesus was God who became poor. നമ്മൾ തിരുവെഴുത്തിലെ അല്ലെ സുവിശേഷങ്ങളിലെ ഏറ്റവും ആദ്യമേ കാണുന്ന കാര്യം എന്തുവാണ്? യേശു ആരായിരുന്നു? ദൈവം ദരിദ്രനായ ഒരു വ്യക്തി. You know, he became man, definitely. ദൈവം മനുഷ്യനായി. But the Gospel says he became a poor person. എന്നാൽ തിരുവെഴുത്തിൽ പറയുന്നത് മനുഷ്യനായി എന്ന് മാത്രമല്ല, ഒരു ദരിദ്ര മനുഷ്യനായി. Right from his birth. ഈ യേശുവിന്റെ ജനനം മുതൽ തന്നെ The Gospel says he had no place to be born. He was born in a manger. അവിടെ ഇങ്ങനെ എഴുതുന്നു, യേശുവിനെ ജനിക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു, അവനൊരു പുൽക്കൂട്ടിലാണ് ജനിച്ചത്, അലിത്തൊഴുത്തില്. And then on the 8th day, when his parents brought him to the temple, എട്ടാം ദിവസം യേശുവിന്റെ മാതാപിതാക്കളെ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ it says in Luke chapter 2 and verse 24, they could not afford the usual offering. ലൂക്കോസ് 2:24 പറയുന്നു, സാധാരണ അവിടെ യാഗം കഴിക്കേണ്ട കാര്യം അതിന്റെ ചെലവ് വഹിക്കാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. Their family gave pigeons as offering. അതുകൊണ്ട് അവരുടെ കുടുംബം ഒരു പ്രാവിനെയാണ് യാഗമായിട്ട് കൊടുത്തത്. In the Old Testament, it says you have to give a lamb as a sacrifice. പഴയ നിയമത്തിൽ പറയുന്നത് ആ എട്ടാം ദിവസം പോകുമ്പോൾ ഒരു കുഞ്ഞാടിനെയാണ് കൊടുക്കേണ്ടത്. But if you are poor, you give pigeon. പക്ഷേ പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാവിനെ കൊടുക്കാം. And also the gospel writers say that Jesus himself said, foxes have holes, birds have nests, but the Son of Man has no place to rest his head. അവിടെ സുവിശേഷങ്ങളിൽ ഇങ്ങനെ പറയുന്നു, യേശു തന്നെ പറഞ്ഞു, കുറുനരികൾക്ക് മാളമുണ്ട്, എന്നാ മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. So basically, when we read the Gospels, we know that Jesus was not a rich man. എന്തായാലും സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യേശു ഒരു സമ്പന്നനല്ലായിരുന്നു. He was a poor person. അദ്ദേഹം ധനികനല്ലായിരുന്നു, അദ്ദേഹം ഒരു ദരിദ്രത്തിലുള്ള ഒരാളായിരുന്നു. He was not the poorest of the poor. He was not begging on the road. എന്നാൽ യേശു എല്ലാവരോടും ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നില്ലായിരുന്നു, അത്രയ്ക്കും അങ്ങ് ദരിദ്രത്തിലല്ലായിരുന്നു. But he was among the poorer people of society. എന്നാൽ അന്നത്തെ സമൂഹത്തിലെ ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നു യേശു. And you can imagine when the early church told about Jesus to the people, people would have felt very happy to know that God actually became poor. നമുക്ക് ഇത് ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ. ആ ആദിമസഭയില് ദൈവം മനുഷ്യനായി യേശു ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ അന്ന് ദരിദ്രത്തിലുള്ളവരൊക്കെ ഭയങ്കര സന്തോഷം ആയിരിക്കും. എന്താന്ന് വെച്ചാൽ, ഓ ദൈവം ദരിദ്രനായി. And the second thing that we notice is they projected Jesus as the Messiah. രണ്ടാമത്തെ കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അവര് യേശുവിനെ ഒരു മിശിഹ ആയിട്ടാണ് പറഞ്ഞത്. Now of course Jesus was presented as the savior of the world. യേശു ലോകത്തിന്റെ രക്ഷകനായിട്ടായിരുന്നു അവരെ അവതരിപ്പിച്ചത്. John calls him the Lamb of God which came to take away the sins of the world. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്
ഈ ലോകത്തിന്റെ പാപങ്ങൾ എടുത്തു മാറ്റാനായിട്ട് ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. But what people were waiting for was the Messiah to come. എന്നാൽ ആൾക്കാരെന്ന് കാത്തിരുന്നത് ഒരു മിശിഹായ്ക്ക് വേണ്ടിയാണ്. In Luke chapter 1, there is a very interesting incident. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. Mary was told that she is going to have a child. മറിയത്തോട് ദൂതൻ ഇങ്ങനെ വന്ന് പറഞ്ഞു, നിനക്ക് ഒരു കുട്ടി ഉണ്ടാകും. And she was surprised because she was not yet married. അത് കേട്ടപ്പോൾ മറിയം വളരെ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ മറിയത്തിന്റെ വിവാഹം നടന്നിട്ടില്ലായിരുന്നു. And the angel told her that this is from God. അപ്പം അവിടെ സ്വർഗദൂതൻ പറഞ്ഞു, അല്ല, ഇത് ദൈവത്തിൽ നിന്ന് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. And every Jewish woman hoped that the Messiah will be born in their womb. എല്ലാ അന്നത്തെ യഹൂദ സ്ത്രീകളും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മിശിഹ അവരുടെ ഗർഭത്തിൽ ഉരുവാകും. So Mary was excited. അപ്പോൾ മറിയം വളരെ സന്തോഷവതിയായി. She went to see Elizabeth, her cousin. മറിയത്തിന്റെ കസിൻ ആയിരുന്ന എലിസബത്തിനെ കാണാനായിട്ട് പോയി. And Elizabeth recognized Mary and said, "The mother of my Lord." എലിസബത്ത് പെട്ടെന്ന് മറിയത്തോട് ഇങ്ങനെ പറയുണ്ടായി, എന്റെ കർത്താവിന്റെ അമ്മ. And Mary was filled with, it says, with the Spirit, and she sang a song. അവിടെ മറിയം ആത്മാവിനാൽ നിറയപ്പെട്ടിട്ട് ഒരു പാട്ട് പാടി. And in chapter 1, verse 46 onwards, you find that song. അവിടെ 1-ാം അധ്യായം 46 മുതൽ നമുക്ക് ആ പാട്ട് കാണാൻ സാധിക്കും. And in that song, Mary is expressing her joy about the fact that the Messiah is going to be born. അവിടെ മറിയം വളരെ അവളുടെ സന്തോഷം അവിടെ പ്രകടമാക്കുന്നു. ഓ, മിശിഹ എന്റെ ഉരുവായി അല്ലെ ജനിക്കാൻ പോകുന്നു. And she expresses a lot of things that she believes is going to happen. അവിടെ പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറിയം വിശ്വസിക്കുന്നു, അതിനെക്കുറിച്ച് അവിടെ പാടുന്നു. And I'm going to request Sister Shanti to read verse 51 to 53. 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിൽ വായിച്ചാട്ടെ. Luke chapter 1. ലൂക്കോസ് 1 51 മുതൽ 53 വരെ. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. Mary expected total change in society. മറിയത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ആകെ മൊത്തം ഒരു മാറ്റമാണ് അവിടെ പ്രതീക്ഷിച്ചത്. Because the Messiah is going to come. എന്താണെന്ന് വെച്ചാൽ മിശിഹ വരാൻ പോവുകയാണ്. The proud will be brought down. ഇവിടെ നിഗളികളെ അവിടെ താഴെ കൊണ്ടുവരും. The humble will be lifted up. അവിടെ താഴ്മയുള്ളവരെ അവിടെ ഉയർത്തുന്നു. The poor will be filled. ദരിദ്രരെ അവരെ ദൈവം നിറയ്ക്കുന്നു. And the rich will be sent away empty. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു എന്നവിടെ പറയുന്നു. Because this is what they were waiting for, the Messiah's coming. ഇതിനു വേണ്ടിയായിരുന്നു അന്ന് ആൾക്കാർ കാത്തിരുന്നത്, മിശിഹ വരാൻ പോകുന്നു. And that is what John was saying in the wilderness. The Messiah is going to come. I am not the one. He will come after me. ഇതായിരുന്നു യോഹന്നാൻ സ്നാപകന് പറഞ്ഞത്, മരുഭൂമിയിൽ വെച്ച് പറഞ്ഞത്, ഈ ഞാനല്ല മിശിഹ, എന്നെ കഴിഞ്ഞിട്ട് വേറൊരാൾ വരുന്നു, ആ ആളാണ് മിശിഹ. Now, I don't know about Malayalam language. I know Tamil a little bit better. എനിക്ക് മലയാളം ഭാഷ അത്രയും അറിയത്തില്ല, തമിഴ് ഇച്ചിരി നല്ലതായിട്ട് അറിയാം. But in English, പക്ഷെ ഇംഗ്ലീഷില് the word for Messiah is Christ. ഇംഗ്ലീഷിലെ മെസ്സായ അല്ല മിശിഹ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് ക്രൈസ്റ്റ് എന്നാണ്. But what has happened over time,
now we are thinking that Christ is the surname of Jesus, Jesus Christ. പക്ഷെ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്തു എന്നുള്ളത് യേശുവിന്റെ സർനെയിമാണ്, അതായത് യേശു ക്രിസ്തു. But that's not how it is. എന്നാൽ അങ്ങനെയല്ല അതിന്റെ കിടപ്പ്. Jesus the Christ. ക്രിസ്തു ആകുന്ന യേശു. So Jesus is the Messiah. അല്ലെങ്കിൽ യേശുവാണ് മിശിഹ. So when the early church saw Jesus, they saw him not only as Savior but also Messiah. അതുകൊണ്ട് ആദിമസഭ യേശുവിനെ കണ്ടപ്പോൾ ഒരു രക്ഷകൻ എന്ന് മാത്രമല്ല കണ്ടത്, ഒരു മിശിഹ എന്നൂടെ അദ്ദേഹത്തെ കണ്ടായിരുന്നു. He came in as the new person to bring in the kingdom of God. യേശു ദൈവരാജ്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു വ്യക്തിയായിട്ടാണ് അവരെ കണ്ടത്. And in that kingdom of God, we are called to care for the poor. ആ ദൈവരാജ്യത്തിൽ ദരിദ്രരെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. So Peter, James and John told Paul, please remember the poor, because we are kingdom people. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനോട് പറഞ്ഞത് ദരിദ്രരെ ഓർത്തുകൊള്ളുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മള് ദൈവരാജ്യത്തിന്റെ ആൾക്കാരാണ്. And Jesus is a Messiah, യേശു മിശിഹ ആണ്, the one who was sent to bring in the new kingdom of God. ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയക്കപ്പെട്ട വ്യക്തിയായിരുന്നു യേശു. And another thing about Jesus, which they believed, the early church believed, ആദിമസഭ യേശുവിനെ കുറിച്ച് വിശ്വസിച്ച വേറൊരു കാര്യം is that Jesus was the friend of the outcasts. യേശു സമൂഹത്തിന്റെ പുറത്തല്ലെ അരികിലുള്ള ആൾക്കാരുടെ കൂട്ടുകാരൻ. Now, even in the way they wrote the gospel, ഈ സുവിശേഷം അവരെ എഴുതിയ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, now if you look in Matthew's gospel chapter 1, I'm not going to read it, but Matthew chapter 1, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ നോക്കുവാണെങ്കിൽ, അത് ഞാൻ വായിക്കാൻ പോകുന്നില്ല. now this is a very Indian kind of a situation where you talk about the genealogy of a person. ഏകദേശം നമ്മുടെ ഭാരതത്തിലുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഈ കുടുംബം പാരമ്പര്യം ഒക്കെ നമ്മൾ പറയുന്നു. Now Dr. Sunil may not know that my mother is actually from Kerala. ഡോക്ടർ സുനിൽ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, എന്റെ അമ്മ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. Now I am a kind of a mixed up person. ഞാൻ ആകെ കൂടി ഒരു കുഴഞ്ഞ ഒരു കലർന്ന ഒരു വ്യക്തിയാണ്. My mother is from Kerala, father is from Tamil Nadu. എന്റെ അമ്മ കേരളത്തിൽ നിന്ന്, പിതാവ് തമിഴ്നാട്ടിൽ നിന്നാണ്. My wife is from Andhra. എന്റെ ഭാര്യ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. My daughter-in-law is from England. എന്റെ മരുമകൾ ഇംഗ്ലണ്ടിൽ നിന്നാണ്. And my son-in-law is Nepali from Kalimpong. എന്റെ മരുമകൻ കലിംപോങ്ങിൽ നിന്നുള്ള ഒരു നേപ്പാളിയാണ്. So we are all from different parts. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും പല ഭാഗത്തിൽ നിന്ന് വന്നവരാണ്. But when I visit Kerala or Tamil Nadu, ഞാൻ കേരളം അല്ലെ തമിഴ്നാട്ടിലെ സന്ദർശിക്കുമ്പോൾ they want to know where in Kerala my mother is or where in Tamil Nadu my father is coming from. അവർക്ക് ഇച്ചിരൂടെ ഒന്ന് ഡീറ്റെയിൽ അറിയണം. കേരളത്തിലെ അമ്മ എവിടുന്ന, അല്ലെ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്ന് എവിടുന്നാണ്. Yeah, and they want to know what is your house name. അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടുപേരെന്താണ്. And I don't know all those things. എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊന്നും അറിയത്തില്ല. I'm happy I don't know. Otherwise they'll think, they'll ask me where and what details. അത് ഒരു കണക്കിന് എനിക്ക് അറിയാത്തതിന് എനിക്ക് സന്തോഷം. എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ അതിനും കൂടുതൽ കിഴിഞ്ഞു ചോദിക്കും. Now in Matthew chapter 1, Jesus' genealogy is written. മത്തായി 1-ാം അധ്യായത്തില് യേശുവിന്റെ വംശാവലി എഴുതിയിട്ടുണ്ട്. And Jewish people are very particular about their genealogy. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വംശാവലിയെ കുറിച്ച് വളരെ കൃത്യത പാലിക്കുന്നവരാണ്. Maybe like all of us in India. ഒരുപക്ഷെ ഭാരതത്തില് ഉള്ള നമ്മളെ പോലെ ആയിരിക്കും. And so when you are giving your genealogy, അപ്പൊ നമ്മുടെ വംശാവലി ആൾക്കാരോട് പറയുമ്പോൾ we will talk about all the successful people in our family line. നമ്മള് എടുത്ത് ചില ആൾക്കാരുടെ പേര് പറയുന്നത് വലിയ അറിയപ്പെടുന്ന ആൾക്കാർ, അല്ലെ വലിയ ഉയർന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ ഇന്നാരുടെ
ചെറുമകനാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. And also we will ensure we tell only about those who are purely from the race, or if there is any outsider we will leave them out. അതും ഈ നമ്മളെ വംശാവലി അല്ലെ നമ്മുടെ കുടുംബ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ നമ്മളെ തന്നെ മലയാളി ആൾക്കാരും അത് വേറെ എവിടെന്തെങ്കിലും വന്ന ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് നമ്മൾ മിണ്ടാറില്ല. And we will definitely leave out people who have got a reputation of having bad behavior. പിന്നെ ആരെങ്കിലും അതിനകത്ത് അവരുടെ ഇച്ചിരി ദുർനടപ്പിലോ അല്ലെ വല്ലാത്ത രീതിയിലുള്ള ആൾക്കാർ വല്ലോ നമ്മുടെ വംശാവലിയിലുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്. But when Matthew wrote the genealogy of Jesus, പക്ഷെ മത്തായി അവിടെ യേശുവിനെ കുറിച്ചുള്ള വംശാവലി എഴുതിയപ്പോഴാണ് he includes people who came from outside the Jewish religion. അവിടെ ഈ യഹൂദ മതത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ പേരും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. He talks about Jesus coming from the line of David, and David's grandfather was Boaz, and his wife was Ruth, who came from outside. അപ്പം അവിടെ ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനാണ് യേശു എന്ന് പറയുമ്പോൾ ദാവീദിന്റെ വലിയപ്പച്ചന് ആയിരുന്ന ബോഅസ് കല്യാണം കഴിച്ചത് റൂത്തിനെ ആയിരുന്നു. റൂത്തിനെ സംബന്ധിച്ചോളം അവള് മോവാബിയ സ്ത്രീ ആയിരുന്നു, അവള് ഇസ്രായേലിന്റെ ആളല്ലായിരുന്നു. So Matthew says Boaz's wife Ruth. അതുകൊണ്ട് മത്തായി അവിടെ എഴുതി പറയുന്നത് ബോഅസിന്റെ ഭാര്യയായ റൂത്ത്. And talking about Solomon, he says his mother was Bathsheba, who was the wife of somebody else. എന്നിട്ട് അവിടെ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോന്റെ അമ്മ ബത്ശിബ, ഈ ബത്ശിബ വേറെ 2 ഭാര്യയായിരുന്നു. Now we don't write genealogy that way. നമ്മള് അങ്ങനൊന്നും അല്ല വംശാവലി എഴുതുന്നത്. But Jesus in his genealogy was linked to ordinary people. നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ വംശാവലി വെച്ച് നോക്കുമ്പോൾ യേശു സാധാരണക്കാരെ പോലുള്ള ഒരു വംശാവലിയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു. Even people who were not accepted by the community were part of his family line. അപ്പം അന്ന് സമൂഹത്തിൽ ഒരുപക്ഷെ ബാക്കിയുള്ളവര് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ആൾക്കാരും ആ വംശാവലിയിലുണ്ട്. In fact, Jesus was called the friend of sinners. യഥാർത്ഥമായിട്ടും പറഞ്ഞാല് യേശുവിനെ പാപികളുടെ സുഹൃത്ത് എന്നായിരുന്നു വിളിക്കപ്പെട്ടത്. And his disciples were people who were generally considered unschooled. അത് മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാരെ എവരൊക്കെ പഠിപ്പില്ലാത്ത ചില പാർട്ടികളാണ് എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാര്. So Peter, James and John told Paul, please remember the poor, because if you had seen Jesus, he was always comfortable with poor people. അതുകൊണ്ടാണ് പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനോട് പറഞ്ഞത്, പൗലോസെ നീ യേശുവിനെ നേരിട്ട് കണ്ടായിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരുന്നു യേശു സാധാരണക്കാരുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. In fact, Jesus told people who were rich people who came to follow him that they have to give up all that they have and come and follow. അത് മാത്രമല്ല, യേശുവിനെ പിൻഗമിക്കാൻ വന്ന ധനികനോട് യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം നീ വിറ്റിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പിന്നെ നീ എന്നെ വന്ന് പിൻഗമിക്കുക. Jesus was not against the rich people. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, യേശു ധനികന്മാർക്ക് എതിരല്ലായിരുന്നു. But what he said was, to follow him was very difficult for rich people. പക്ഷെ യേശു പറഞ്ഞു വന്നത് ഈ ധനികന്മാർക്ക് യേശുവിനെ പിൻഗമിക്കണമെങ്കിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. Because for rich people, money is very important. എന്താണെന്ന് വെച്ചാൽ ഈ ധനികന്മാരെ സംബന്ധിച്ച് പണം അവർക്ക് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. And so once Jesus told a story. അതുകൊണ്ട് ഒരു പ്രാവശ്യം യേശു ഒരു കഥ പറഞ്ഞു. A rich person had lot of money. ഒരു ധനികന് ഒത്തിരി പണം ഉണ്ടായിരുന്നു. So he was so happy. He said, now I don't have to worry. My soul, you can be very happy. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി എനിക്ക് ഒരു ടെൻഷനും ഇല്ല, എല്ലാം നല്ലതായിട്ട് ഇനി മുന്നോട്ട് പോകും. And Jesus said, that man is a rich fool. പക്ഷെ യേശു പറഞ്ഞു, ആ ധനികന് ഒരു മൂഢനാണ്. Now very rarely are rich people called fools. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ധനികന്മാരെ ആരും മൂഢാന്ന് വിളിക്കാറില്ല. Now the poor people say, you're a foolish fellow.
ഈ പാവപ്പെട്ടവരോടൊക്കെ എല്ലാരും പറയണം, നീ ഒരു മുണയാ, നീ ഒരു മുട്ടനാ. But the way Jesus saw people was very different. പക്ഷെ യേശു ആൾക്കാരെ വേറൊരു രീതിയിലായിരുന്നു കണ്ടത്. In fact, Jesus once told a story about a rich man and a poor man. യേശു വേറൊരു സമയത്ത് ഒരു ധനികനും ഒരു ദാരിദ്ര്യത്തിലുള്ള ഒരാളുടെ ഒരു കഥ പറഞ്ഞു. There was a rich man who had lot of food and he always was enjoying the food. ഒരു ധനികനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴും എൻജോയ് ചെയ്ത് ജീവിക്കുമായിരുന്നു. But there was a poor man who sat outside his house. പക്ഷേ അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. This rich man never cared for him. പക്ഷേ ഈ ധനികനെ ആ പാവപ്പെട്ട ആളിനെ ഒരിക്കലും മൈൻഡ് ചെയ്തില്ല. Now you know the story. നിങ്ങൾക്ക് ആ കഥ അറിയാം. But what is interesting, പക്ഷെ അവിടെ രസകരമായ കാര്യം എന്താണ്, after that 2000 years we still remember that story as the story of rich man and Lazarus. 2000 വർഷങ്ങൾ ശേഷവും ആ കഥ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ധനികനും ലാസറും എന്നുള്ള പേരിലാണ് ആ കഥ അറിയുന്നത്. The rich man's name Jesus didn't tell. ആ ധനികന്റെ പേര് യേശു പറഞ്ഞില്ല. Today we know all the rich people's name and poor people we forget. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്, നമുക്ക് ഈ ധനികന്മാരുടെ എല്ലാം പേരറിയാം, പക്ഷെ ഈ പാവപ്പെട്ടവരുടെ പേരറിയത്തില്ല. We know who the rich man is married to, we know the name of the children, but the poor man has no name, no face. ഈ ധനികന്മാരാരാണെന്നും അവരാരെ കെട്ടുന്നതും അവരുടെ മക്കളും അവരുടെ എല്ലാം പേര് നമുക്കറിയാം. എന്നാൽ പാവപ്പെട്ടവരുടെ പേരും മറന്നു പോകുന്നു, അവരുടെ മുഖവും നമ്മൾ മറന്നു പോകുന്നു. And so Peter, James and John told Paul, please remember the poor. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനോട് പറഞ്ഞു, നിങ്ങളെ ദരിദ്രരെ മറക്കരുത്. Even in Jesus' stories, the poor had a very important place. യേശു പറഞ്ഞ കഥകളിലും ഈ പാവപ്പെട്ടവർക്ക് വളരെ ഒരു പ്രധാനമുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. When he talked about, a man who was lying on the road and somebody stopped to help him, he said the man who helped him was a Samaritan. ഒരാള് കള്ളന്മാരെ വന്ന് അടിച്ച് ആക്രമിച്ച് സൈഡിലിട്ട് ആ ആളിനെ സഹായിക്കാൻ ഒരാൾ വന്നു. ആ സഹായിക്കാൻ വന്ന ആള് ആരായിരുന്നു? ശമരിയക്കാരനായിരുന്നു. And Jesus has a way in making in his stories the ordinary people the heroes of the story. യേശുവിന്റെ കഥയിലെ ഹീറോ അല്ലെ പ്രധാന കഥാപാത്രം, നായകൻ സാധാരണ പാവപ്പെട്ടവരായിരുന്നു. So Peter, James and John said, hey, we walked with Jesus. പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനോട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ യേശുവിന്റെ കൂടെ നടന്നവരാണ്. And we know that for Jesus the poor are very important. ഞങ്ങൾക്കറിയാം യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ടവരെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ആളാണ്. It's not like today. എന്നാൽ ഇന്നത്തെ പോലെ അല്ല. We have a lot of people who quote Gandhi as their leader. ഇന്ന് പല ആൾക്കാരും പറയുന്നത് ഗാന്ധിജിയാണ് അവരുടെ നേതാവ്. But when you look at their lifestyle, it's totally opposite to Gandhi's life. എന്നാൽ അവരുടെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ജീവിത രീതി അല്ലല്ലോ. But for the early church, Jesus' lifestyle was the character of the church. എന്നാൽ ആദിമസഭയില് യേശുക്രിസ്തുവിന്റെ ജീവിത ശൈലി ആയിരുന്നു ആദിമസഭ ഏറ്റെടുത്തത്. They knew Jesus. അവർക്ക് യേശുവിനെ അറിയായിരുന്നു. So a church cannot be a church which follows Jesus if it doesn't remember the poor. അതുകൊണ്ട് യേശുവിനെ പിൻഗമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ എന്ന് നമ്മൾ അവകാശപ്പെടുവാണെങ്കിൽ നമ്മള് പാവപ്പെട്ടവരെ തീർച്ചയായിട്ടും ഓർത്തേ പറ്റൂ. Now there are three more reasons I want to look at, but I'm not going to expand it because it's just basically foundational knowledge. ഞാന് 3 കാരണം കൂടി പറയാം, പക്ഷെ ആ 3 കാരണങ്ങളെ ഞാൻ ഒത്തിരി വിവരിച്ച് പറയുന്നില്ല, അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട്. The first I saw was because of Jesus who they knew very well. അപ്പൊ എന്തിനായിരുന്നു ഈ 3 അപ്പോസ്തലന്മാരെ നിങ്ങള് ദരിദ്രരെ മറക്കരുത് എന്ന് പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് അവര് പറഞ്ഞത് ഞങ്ങൾ നടന്ന യേശു ഇങ്ങനത്തെ
ആ യേശു ഇങ്ങനത്തെ ഒരാളായിരുന്നു. Second is the knowledge of the Old Testament scripture. രണ്ടാമതായിട്ട് പഴയ നിയമ തിരുവെഴുത്തിന്റെ മനസ്സിലാക്കൽ അവർക്കുണ്ടായിരുന്നു. Now we call it Old Testament. For them, that was the scripture. നമ്മൾ ഇത് പഴയ നിയമം എന്ന് പറയുന്നു, അവരെ സംബന്ധിച്ച് അതായിരുന്നു അവരുടെ തിരുവെഴുത്ത്. And in that Old Testament scripture, God was presented as one who was on the side of the poor. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരുടെ സൈഡില് അല്ലെ ദരിദ്രർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദൈവം. We already saw the reference in Proverbs. If you laugh at the poor, you are laughing at God. നമ്മളെ സദൃശ്യവാക്യത്തിലെ 2 വാക്യങ്ങൾ കണ്ടു. നിങ്ങൾ പാവപ്പെട്ടവരെ നിങ്ങൾ പരിഹസിച്ചാൽ നിങ്ങൾ ദൈവത്തെ നിന്ദിക്കുകയാണ് എന്ന് അവിടെ പറയുന്നു. And for them, their history was God on the side of the oppressed. നമ്മള് ഇസ്രായേലിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ ദൈവം പീഡിപ്പിക്കപ്പെട്ടവരുടെ സൈഡില് അല്ലെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. This journey started in Egypt. ഇസ്രായേലിന്റെ യാത്ര തുടങ്ങിയത് മിസ്രൈമിലായിരുന്നു. When God went to Moses and said, I have seen their misery, I have heard their cry. ദൈവം മോശയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ കഷ്ടപ്പാട് ഞാൻ കണ്ടു, അവരുടെ കരച്ചിൽ ഞാൻ കണ്ടു. And God repeated it many times in the life of these people of Israel. ഈ കാര്യം ഈ ഇസ്രായേൽ മക്കളോട് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. And so he also made laws which will take care of the poor. അത് മാത്രമല്ല, ഈ പാവപ്പെട്ടവരെ ദരിദ്രരെ കരുതാൻ വേണ്ടി പല നിയമങ്ങളും ദൈവം ഉണ്ടാക്കി. For instance, when they harvested the field, ഉദാഹരണത്തിന് അവര് കൊയ്ത്തില് അവരെ ഇതെല്ലാം എടുക്കുമ്പോൾ they had to leave a certain portion of the ground for the poor people. അവിടെ കുറച്ച് നിലം ഈ ദരിദ്രർക്ക് വേണ്ടി വിട്ടു കൊടുക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. And then they can only go one round in harvesting. Whatever is left, they have to leave for the poor. ഈ കൊയ്യുമ്പോഴും അല്ലെ അവിടുന്ന് എല്ലാം എടുക്കുമ്പോഴേ ഇത് തൂത്തുവാരി അങ്ങ് എടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം എടുക്കണം, ബാക്കി അവിടെ കിടക്കുന്നതൊക്കെ ദരിദ്രർക്ക് വേണ്ടിയാണ്. Then many Jewish people may not have kept the law. പല യഹൂദന്മാരും നിയമം പാലിച്ച് കാണത്തില്ലായിരിക്കും. But there were some good people who kept it. പക്ഷെ ചില നല്ല ആൾക്കാര് ആ നിയമം പാലിച്ചു. There was Boaz, who we heard about just now. ആ ബോഅസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടല്ലോ. He left a certain portion for the poor. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി കുറച്ച് അദ്ദേഹം ഇങ്ങനെ വിട്ടുകൊടുത്തായിരുന്നു. And Ruth went to work in that portion. റൂത്ത് അങ്ങനെ ഉള്ള ഒരു ഭാഗത്ത് ജോലി ചെയ്യാനായിട്ട് പോയായിരുന്നു. And that is where Boaz met Ruth and they got married. അങ്ങനെയാണ് ബോഅസ് റൂത്തിനെ കാണാൻ ഇടയായതും അങ്ങനെയാണ് അവര് വിവാഹിതരായത്. And that is the line in which Jesus was born. അങ്ങനെ ആ ഒരു വംശാവലിയിൽ കൂടി ആണ് യേശു ജനിച്ചത്. And even land cannot be sold permanently. ഈ നിലവും അങ്ങ് സ്ഥിരമായിട്ടും അങ്ങ് വിൽക്കാനായിട്ട് പറ്റത്തില്ല. Every 50th year the land had to go back to the poor. 50 വർഷം കൂടിയിരിക്കുമ്പോൾ അത് ആ ദരിദ്രർക്ക് തന്നെ ആ നിലം തിരിച്ച് അവർക്ക് കിട്ടും. Even the rulers have to take care and provide for the poor. ഈ ഭരിക്കുന്നവരെ സംബന്ധിച്ച് അവരും ഈ ദരിദ്രരെ കരുതണം എന്നുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. Psalm 82 says they have to speak for the rights of the poor. 82ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ദരിദ്രരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരെ എടുത്ത് പറയണം. And when they violated it, God raised prophets who spoke and told them that God is upset with the injustice and the lack of compassion. അങ്ങനെയുള്ള നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ദൈവം തന്നെ പ്രവാചകന്മാരെ അയച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നത് അനീതിയാണെന്ന് അവരോട് പറയുകയുണ്ടായി. So they knew that in the scripture the God of the Bible was a God who was on the side of the poor. അപ്പം ഈ അപ്പോസ്തലന്മാർക്ക് അറിയായിരുന്നു പഴയ നിയമത്തിലുള്ള ആ ദൈവം അവൻ ദരിദ്രർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമാണ്.
And God was on the side of those who were oppressed. ഈ വളരെ അടിച്ചമർത്തിപ്പെട്ട ആൾക്കാരുടെ പക്ഷത്താണ് ദൈവം എന്ന് അവർക്കറിയായിരുന്നു. And God watched over this, and even he was angry with bloodshed. ദൈവം ഈ കാര്യത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി കാണുകയും അത് മാത്രമല്ല ഇങ്ങനെ ബാക്കിയുള്ളവരെ അടിച്ചമർത്തുന്നത് അത് കംപ്ലീറ്റ് എതിരായിരുന്ന ദൈവമാണ്. Right at the beginning, when Cain killed Abel, തുടക്കത്തിൽ തന്നെ കായൻ ഹാബേലിനെ കൊന്നപ്പോൾ God went there and said, Cain, where is your brother? അവിടെ ദൈവം കായന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? And then he told Cain, the blood of Abel is crying out to me from the ground. അവിടെ ദൈവം കായനോട് പിന്നെ പറയുണ്ടായി, ഈ ഹാബേലിന്റെ രക്തം അത് നിലത്തു നിന്ന് എന്നോട് നിലവിളിക്കുകയാണ്. That's a God they all knew. അപ്പം ഈ യഹൂദന്മാരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ദൈവത്തെയാണ് അവരറിഞ്ഞത്. Not only because they walked with Jesus, അതുകൊണ്ട് യേശുവിന്റെ കൂടെ നടന്നത് കൊണ്ട് മാത്രമല്ല ഈ അപ്പോസ്തലന്മാർ അങ്ങനെ പറഞ്ഞത്, but also because the scripture shows God as a God who was on the side of the poor. എന്ന് വെച്ചാല് തിരുവെഴുത്തിലും ദൈവം ദരിദ്രർക്ക് അനുകൂലമാണ്, അവരുടെ പക്ഷത്താണ് എന്നുള്ള ഒരു കാര്യം അവിടെ അവർക്കറിയായിരുന്നു. In fact, the prophets told them, God doesn't like your assemblies. പ്രവാചകന്മാരെ ഇങ്ങനെ വരെ പറഞ്ഞു, നിങ്ങൾ ഈ ഒന്നിച്ചു വരുന്ന ഈ കൂട്ടം പോലും ദൈവത്തിന് അത്ര ഇഷ്ടമില്ല. In the book of Amos, ആമോസ് പ്രവാചകന്റെ പുസ്തകം, I'm going to ask Sister Shanti to read it, chapter 5 verses 22 to 24. ആമോസ് 5-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെ 24 24 വരെ 21 to 24. 22 മുതൽ 24 21 to 24. 21 മുതൽ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിങ്ങളുടെ പാട്ടുകളുടെ സ്വരം എന്റെ മുൻപിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. That is the God of the Bible. ഈ വായിച്ച ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. We can't fool him with religious ceremonies. നമ്മള് ഈ മതപരമായിട്ടുള്ള പല പ്രോഗ്രാം നടത്തി ദൈവത്തെ വിഡിയാക്കാൻ പറ്റത്തില്ല. I didn't pick up what Sister Shanti read in verse 23, but in the English Bible it says, away with the noise of your song. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക എന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ അത്രയും അങ്ങ് വരുന്നില്ല ക്ലിയർ ആയിട്ട്. In English it says noise. ഈ ഇവിടെ സ്വരം എന്നാ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ ഒച്ച നിങ്ങൾ അതങ്ങ് മാറ്റ് എന്നാണ് അവിടെ പറയുന്നത്. Now before we started this session, നമ്മളെ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് they wanted to check my sound. ഇവിടെ ആൾക്കാർ എന്റെ പാട്ട് അല്ല എന്റെ ശബ്ദം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. And they asked me if all the windows and doors are closed. എന്നോട് ചോദിച്ചു എന്റെ ഈ മുറിയിലെ ഞാൻ ഇരിക്കുന്ന മുറിയിലെ ജനലും കതവും ഒക്കെ അടച്ചിട്ടുണ്ടോ. Because when I'm speaking to you, they don't want any noise to disturb. എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. A sound which is unnecessary is a noise. ഈ ആവശ്യമില്ലാത്ത ശബ്ദം എന്ന് പറയുന്നത് അതൊരു ഒച്ചയാണ്. So Bible says, I don't like the noise of your song. We thought we are singing. For God it's a disturbance. അപ്പം ഇവിടെ പറയുന്നത് നിങ്ങളുടെ പാട്ടിന്റെ ഒച്ച എനിക്ക് കേൾക്കണ്ട. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പാട്ട് പാടുമ്പോൾ നല്ല രസമാണ് ദൈവത്തിന്, പക്ഷെ ദൈവം പറയുന്നത് അതങ്ങ് നിർത്ത, എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. Because he says, I want justice to be done.
ദൈവം പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നീതി നടക്കണം. In Isaiah it says, is this the kind of fast that I have chosen? ഏശയ്യാവിന്റെ പുസ്തകത്തില് ദൈവം ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ തെരഞ്ഞെടുത്ത ഉപവാസം അത് ഇങ്ങനത്തെ ഒരു കാര്യമാണോ? I don't like your prayer meetings. നിങ്ങളുടെ ഈ പ്രാർത്ഥനാ യോഗങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. Because he says, I want you to, the kind of fast I want is to care for the poor people. എന്താണെന്ന് വെച്ചാൽ യെശയ്യാവിൽ കൂടി അവിടെ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണ്? നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രരെ കരുതണം. So Peter, James and John were telling Paul, who knew the scripture and knew that you can't love God and not love the people who are the poor of the world. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും അവിടെ പൗലോസിനോട് പറഞ്ഞത്, നിങ്ങള് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം സ്നേഹിക്കുന്ന ആൾക്കാരെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. Now it was not only Jesus who they saw. ഇനിയിപ്പോ യേശുവിനെ അവരെ കണ്ടു, അത് മാത്രമല്ല, not only the God of the Old Testament, the God of the scripture. ഈ തിരുവെഴുത്തിലെ അല്ലെ പഴയ നിയമത്തിലെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമായിരുന്നു എന്ന് മാത്രമല്ല, but Peter, James and John were part of the first Pentecostal movement. പത്രോസും യാക്കോബും യോഹന്നാനും ലോകത്തെ ഏറ്റവും ആദ്യമേ പെന്റക്കോസ്റ്റൽ ആ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. In Acts chapter 2, when the Holy Spirit came upon them, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ what happened is not only that they spoke in other tongues and expressed the glory of God. അവരെ അന്യഭാഷയിൽ അവിടെ സംസാരിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തി എന്ന് മാത്രമല്ല അവിടെ നടന്നത്. But in Acts chapter 2 and Acts chapter 4, it says they sold all that they had and there was no poor among them. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം അധ്യായത്തിൽ പറയുന്നത് അവർക്കുള്ളതെല്ലാം അവർ വിറ്റിട്ട് അവരുടെ ഇടയിൽ ദാരിദ്ര്യത്തിൽ ആരുമില്ലായിരുന്നു. There was no poor among them. അവരുടെ ഇടയിൽ ദാരിദ്ര്യത്തിൽ ആരുമില്ലായിരുന്നു. There was no teaching, but that was the movement of the Holy Spirit. അവിടെ പ്രത്യേക രീതിയിൽ അവിടെ പഠിപ്പിക്കുമല്ലായിരുന്നു, പക്ഷേ അതായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം അവിടെ ഉണ്ടായിരുന്നത്. Yes, Jesus lived as somebody who showed concern for the poor. യേശു ദരിദ്രർക്ക് വേണ്ടി ഒരു ഭാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. Yes, the God of the Bible is a God who concerned for the poor. ശരിയാണ്, തിരുവെഴുത്തിലെ ദൈവം ദരിദ്രരോട് പ്രത്യേക കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. But also the Holy Spirit is a spirit who cares for the poor. എന്നാൽ പരിശുദ്ധാത്മാവും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം കരുതലുള്ള ഒരാളാണെന്ന് നമ്മൾ ഇവിടെ കാണുന്നു. Because when the Holy Spirit came, it came on everyone. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവരുടെ മേലിലുമായിരുന്നു വന്നത്. It didn't come only on those who are educated and those who are from high caste families. അന്നത്തെ വലിയ കുടുംബത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ വളരെ പഠിപ്പ് ഉള്ള ആൾക്കാരുടെ മേലിൽ മാത്രമല്ലായിരുന്നു പരിശുദ്ധാത്മാവ് വന്നത്. And the Spirit gave gifts to everybody. ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് എല്ലാവർക്കും ദാനങ്ങൾ കൊടുത്തു. According to the Spirit's decision. അത് ആത്മാവിന്റെ തീരുമാനപ്രകാരം. It was not according to their economic condition. അവരുടെ ഉയർന്ന തലത്തിലാണോ അതോ താഴ്ന്ന തട്ടിലാണോ അതൊന്നും നോക്കിയല്ല. So Peter, James and John told Paul, please remember the poor. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനോട് പറഞ്ഞു, നിങ്ങൾ ദരിദ്രരെ ഓർത്തുകൊള്ളണം. This is our experience. അവര് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ അനുഭവം. There was a man called Barnabas who sold his property and brought the money and gave. അവിടെ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് നിലം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. There was a couple called Ananias and Sapphira. അവിടെ അനന്യാസും സഫീര എന്ന് പറയുന്ന ഒരു ദമ്പതി ഉണ്ടായിരുന്നു. They also had property. അവർക്കും കുറച്ച് നിലം ഉണ്ടായിരുന്നു. But they didn't give, they came and told all the money that we sold, here it is. അപ്പൊ അവര് വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളെ വിറ്റിട്ട് ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ പണവും തന്നെ ഇതുണ്ട് എന്ന് പറഞ്ഞു. But they were lying. അവര് കള്ളം പറയായിരുന്നു. And Peter looked at them and said, you are lied against the Holy Spirit.
പത്രോസ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെയാണ് നിങ്ങൾ കള്ളം പറഞ്ഞത്. Because the Holy Spirit inspired them to do this. എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവായിരുന്നു ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പ്രേരണ കൊടുത്തത്. You can't be a church which is a community of the Spirit and not care for the poor. ഒരു ആത്മീക ഒരു കൂട്ടം ആയിട്ട്, ആത്മാവിന്റെ ഒരു കൂട്ടമായിട്ട് ആകുകയും ദരിദ്രരെ നമ്മൾ കെയർ ചെയ്യുന്നില്ല, അല്ലെ നോക്കുന്നില്ല, അങ്ങനത്തെ ഒരു കൂട്ടം നമുക്ക് ആകാൻ പറ്റത്തില്ല. And the final thing, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, the fourth reason, നാലാമത്തെ കാരണം, which Paul remembered and expressed later on. ഇത് പൗലോസ് ഓർത്ത് പിന്നെ അത് പറയുണ്ടായി. Peter, James and John knew it by experience. പത്രോസും യാക്കോബും യോഹന്നാനും അത് അനുഭവത്തിൽ കൂടി അറിയാം. Now Paul was not a poor man. പൗലോസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദരിദ്രനല്ലായിരുന്നു. He was highly educated. വളരെ പഠിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. It says in Philippians that I am from the tribe of Benjamin and I am from this and I am like this and I am like that. But he says I count it all rubbish. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് അദ്ദേഹം എടുത്തു പറയുന്നു, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിലെ ആളാണ്, ഞാൻ ഇന്നാരാണ്, പക്ഷെ അതിനെല്ലാം ഞാൻ ചപ്പും ചവർന്നും കണക്കാക്കുന്നു. But for Peter, James and John, they knew it already. പക്ഷെ പത്രോസും യാക്കോബും യോഹന്നാനെ സംബന്ധിച്ച് അവർ ഓൾറെഡി ദരിദ്രരായിരുന്നു. Because the church was actually made up of people who are ordinary people. എന്താണെന്ന് വെച്ചാൽ അന്ന് സഭയില് സാധാരണക്കാര് ആയിരുന്നു മിക്കവാറും ആൾക്കാർ. Church is not the club of rich people. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ എന്ന് പറയുന്നത് ഈ ധനികരുടെ ഒരു ക്ലബല്ല. Paul puts it so well in 1 Corinthians. പൗലോസ് 1 കൊരിന്ത്യരിൽ വളരെ നല്ല രീതിയിൽ ഇത് പറയുന്നുണ്ട്. He says, how many of you are philosophers? അവിടെ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ എത്ര പേരാണ് തത്വചിന്തകര്? How many of you are scholars? നിങ്ങൾ എത്ര പേരാണ് പണ്ഡിതന്മാര്? He says, how many of you are teachers of the law? നിങ്ങളെല്ലാം എത്ര പേരാണ് ന്യായപ്രമാണത്തിന്റെ ഉപദേഷ്ടാക്കള്? God has chosen the ordinary people. അവിടെ പറയുന്നത് 1-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവം സാധാരണക്കാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. I'm going to ask Sister Shanti to read one reference, so it's because it's so good to hear it from the Bible. 1 Corinthians chapter 1 verse 26 and 27 and 20, verse 28, sorry. അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. പ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. Now that is how God works. ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. So Peter, James and John told Paul, I know you're an educated person, highly qualified, but the church is the community of the ordinary people. പത്രോസ് യാക്കോബ് യോഹന്നാനും പൗലോസും പറഞ്ഞു, നിങ്ങളെ വലിയ പഠിപ്പുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ സഭ എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരുടെ ഒരു കൂട്ടമാണ്. James, writing later on, says, don't show favoritism in the body of Christ. യാക്കോബ് പിന്നെ എഴുതുമ്പോൾ യാക്കോബ് പറയുന്നത്, ദൈവസഭയില് നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. Because when a poor man comes into your church, you make him sit on the floor. എന്താന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ വരുമ്പോൾ നീ നിലത്തിരിക്കെ എന്ന് പറയുന്നു. He says, but God has chosen the poor to be rich in faith. പക്ഷേ യാക്കോബ് പറയുന്നത്, ഈ ദരിദ്രന്മാരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ വേണ്ടിയല്ലേ വിളിച്ചിരിക്കുന്നത്. So they told Paul, please remember the poor. അതുകൊണ്ട് അവര് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നിങ്ങൾ ദരിദ്രരെ ഓർക്കണം, മറക്കരുത്. We walked with Jesus. ഞങ്ങള് യേശുവിന്റെ കൂടെ നടന്നവരാണ്. We know that God is on the side of the poor. ഞങ്ങൾക്കറിയാം ഈ ദൈവം ഈ ദരിദ്രരുടെ അനുകൂലമാണ്. And the Holy Spirit is a spirit
that moves among the poor. പരിശുദ്ധാത്മാവ് ഈ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവാണ്. And the nature of the church is that it is a community of the people in the margins. ഈ സഭയെ സംബന്ധിച്ച് പറഞ്ഞാല് സമൂഹത്തിന്റെ അരികിൽ ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. Paul may not have known all about God and the poor, but then later on he realized it. അന്ന് പൗലോസ് ആദ്യം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദൈവവും ഈ ദരിദ്രരെ കുറിച്ചുള്ള മൊത്തം മനസ്സിലാക്കലില്ലായിരുന്നായിരിക്കും. പക്ഷെ പിന്നെ അദ്ദേഹത്തിന് പല കാര്യം മനസ്സിലായി. He was eager. അദ്ദേഹം ഈ ദരിദ്രരെ സേവിക്കാൻ ഉത്സാഹമുള്ളവനായിരുന്നു. But later he became fully informed. ആ ഉത്സാഹം ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലായി. My prayer is that as a church you will realize that you can't worship the God of the Bible without being caring and compassionate for the poor of the world. ഒരു സഭയായിട്ട് എന്റെ പ്രാർത്ഥന ഇതാണ്, നിങ്ങളൊരു സഭയായിട്ട് ഈ ബൈബിളിലുള്ള ദൈവത്തെ നിങ്ങൾ ആരാധിക്കുകയും എന്നാൽ പാവപ്പെട്ടവരെ അല്ലെ ദരിദ്രരെ കരുതാതിരിക്കുകയും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. Tomorrow I want to see as to how do we do it. ഇന്ന് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും വരെ പറഞ്ഞു. നാളെ എങ്ങനെ നമുക്കിത് ഒന്ന് ചെയ്തെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. How did the early church do? ആദിമസഭ അവരെങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തെടുത്തു? Not only caring for the poor in our midst, but also for the poor outside the church. നമ്മളുടെ ഈ സഭയിലുള്ള ദരിദ്രത്തിലുള്ള ആൾക്കാരെ നോക്കുന്നതൊന്നും മാത്രമല്ല, സഭയ്ക്ക് പുറത്തുള്ള ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ നോക്കാൻ സാധിക്കും? Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Our Father in heaven, we thank you that you are a God who cares for the poor. സ്വർഗ്ഗപിതാവേ, ദരിദ്രരെ കരുതുന്ന ഒരു ദൈവം അങ്ങ് ആകയാൽ ഞങ്ങള് നന്ദി പറയും. Thank you for choosing us, O God, to be your followers. അങ്ങയെ പിൻഗമിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Help us to have a heart that is like your heart. അങ്ങയ്ക്കുള്ള ആ മനോഭാവം പോലെ ഞങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Help us to be eager to remember the poor. ദരിദ്രരെ ഓർക്കാൻ ഉത്സാഹമുള്ളവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. We pray this in Jesus' name. ഇത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.